ഒരു നല്ല രീതിയിലുള്ള ഒരു വളം തന്നെയാണ് നമ്മളെ പഴത്തൊലി ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ട്. ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എടുക്കുമ്പോൾ നമുക്കിത് തരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ വളം ഞാൻ കൊടുത്തു തുടങ്ങിയതിന്റെ ശേഷം ഉള്ള മുളകിന്റെ ആദ്യത്തെ വിളവെടുപ്പിന് കേട്ടോ ഇന്ന്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ പച്ചമുളക് കൃഷി ആയിക്കോട്ടെ, തക്കാളി, അതേപോലെ പയറ് കൃഷി, പച്ചക്കറി കൃഷി ഏതാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പൂക്കാൻ, അതേപോലെ കൂടുതൽ നമുക്ക് കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ്, അതേപോലെ തന്നെ എഗ് അമിനോ ആസിഡൊക്കെ വളങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡും അതേപോലെ എഗ് അമിനോ ആസിഡും ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മെനക്കെടാണ്. അപ്പോൾ അധികം ആൾക്കാർക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ല, ചില ആൾക്കാർ അത് ഉണ്ടാക്കാറുമില്ല. അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് ഇത് കൊടുക്കുക. അപ്പോൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വില വരുന്നുണ്ട് അതിന്. അപ്പൊ അതിന് സമാനമായിട്ട് ഗുണം കിട്ടുന്ന ഒരു അടിപൊളി വളത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ലളിതമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. വലിയ പൈസ ചെലവില്ല. കാരണം നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനത്തിന്റെ വേസ്റ്റ് മാത്രമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു അടിപൊളി വളം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പഴത്തൊലിയാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല പഴത്തൊലി. കാരണം നമ്മൾ പഴം കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തൊലി നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. അപ്പൊ ഈ പഴത്തൊലി കൊണ്ടാണ് ഈ ഒരു വളം ഉണ്ടാക്കുന്നത്. അപ്പൊ ഏത് തരം പഴത്തിന്റെ തൊലി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇതിനായിട്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം, പഴത്തൊലിയിൽ കൂടുതലായിട്ട് നമ്മളെ പ്രധാന മൂലകമായിട്ടുള്ള പൊട്ടാഷ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോസ്ഫറസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ കണ്ടന്റ് കുറവാണ് പഴത്തൊലിയിൽ. ഫോസ്ഫറസും അതേപോലെ കൂടുതലായിട്ട് പൊട്ടാഷ് കണ്ടന്റുമാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഉപമൂലകങ്ങളായിട്ടുള്ള സിങ്ക്, മഗ്നീഷ്യം, അയൺ, കാൽസ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പഴത്തൊലിയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വളം തന്നെയാണ് നമ്മളെ പഴത്തൊലി ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് പഴത്തൊലിയാണ്. പിന്നെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുക്കേണ്ടത്. പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം കുപ്പിന്റെ പാത്രം നമ്മൾ എടുക്കരുത്. കാരണം ഇത് നമ്മൾ ഈ വളം ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിലൊരു ഗ്യാസ് ഫോം ചെയ്യും. അപ്പൊ ഗ്യാസ് ഫോം ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുപ്പിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു വായവട്ടമുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ പഴത്തൊലി നമുക്ക് ചെറുതായിട്ട് ഇതിലേക്ക് നുറുക്കിയിട്ട് കൊടുക്കാം. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ചെറുതായിട്ട് തന്നെ നുറുക്കിയിടണം കേട്ടോ. കാരണം വലുതായിട്ട് വരരുത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് പഴത്തിന്റെ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ നേന്ത്രക്കായന്റെ ആണെന്നുണ്ടെങ്കിലും, നമ്മളെ മൈസൂർ ആണെന്നുണ്ടെങ്കിലും, ആണിപ്പൂവിന് ഏത് പഴത്തിന്റെ തുലികളും നമുക്ക് ഈ ഒരു വളത്തിനായിട്ട് എടുക്കാം. ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുക. ഈ തണ്ടു നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം കേട്ടോ. തണ്ടു നമുക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴം ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. കാരണം പഴത്തൊലിയിലുള്ള അതേപോലെ തന്നെ പഴത്തിലും പൊട്ടാഷ് കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പഴത്തൊലി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാത്രത്തിന്റെ പകുതി വരെ നമ്മൾ ഇതിൽ പഴത്തൊലി, അതേപോലെ ഒരു പഴം ഞാൻ ഇതിൽ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കാം. വെള്ളം ഇത് കവർ ചെയ്യുന്ന രൂപം വരെ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കരുത്. കാരണം ക്ലോറിൻ അടങ്ങിയ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വളം കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇതിലെ സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ക്ലോറിൻ അടങ്ങാത്ത നമ്മളെ കിണർ വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത്. എല്ലാന്നുണ്ടെങ്കിലും മഴവെള്ളവും നമുക്ക് ഇതിൽ ഒഴിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഇതിലിടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശർക്കരയാണ് നമ്മൾ ഇതിലിടുന്നത്. അപ്പൊ ശർക്കര പൊടിച്ചിടണം എന്നൊന്നുമില്ല, ശർക്കര അച്ചയിലേക്ക് തന്നെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ശർക്കര ഇടുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇതിലെ സൂക്ഷ്മാണുക്കളെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നല്ല രീതിയിൽ പൊളിച്ച് നമുക്കിത് നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് മാറ്റാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിത് ഇനി ടൈറ്റ് ആയിട്ട് മൂടി വെക്കാം. അപ്പൊ ഇത് കുലുക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അപ്പൊ ഇതൊരു 10 ദിവസം ആകുമ്പോഴാണ് നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ പാകത്തിലുള്ള നല്ലൊരു വളമായിട്ട് നമുക്ക് കിട്ടട്ടോ. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളമാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ വളം നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ വെച്ചാല്, ഒരു ഗ്ലാസ് ഈ വളം എടുത്തിട്ട് അതിൽ 2 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചെടികളെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പൂവിടുന്ന എല്ലാ തരം ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് തുടർച്ചയായിട്ട് തന്നെ ഈ വളം തന്നെ നമുക്ക് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കട്ടോ. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാ വെച്ചാല്, ഞാൻ ഇന്നിപ്പോ ഒരു ഗ്ലാസ് ഈ ഒരു വളം എടുത്തെന്ന് ഇരിക്കുക. അപ്പൊ അതെടുത്ത് ഉപയോഗിച്ച് അങ്ങനെ 2-3 ദിവസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ വീട്ടിൽ പഴത്തൊലി കിട്ടുകയെന്നുണ്ടെങ്കിൽ പഴത്തൊലി ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അത് കവർ ചെയ്യുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വളം തന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടേ പോവാം. അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2 പ്രാവശ്യം കൂടി നമ്മൾ പഴത്തുലി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഒഴിക്കുമല്ലോ. ആ ഒരു ടൈമിൽ മാത്രം ഒരു ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ശർക്കര പൊടിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു വളം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വളം തന്നെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ചു കൊണ്ടേ പോവട്ടോ. അപ്പോൾ ഈ വളം ഉപയോഗിക്കേണ്ട ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഈ വളം ഞാൻ പറഞ്ഞല്ലോ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചെടികളെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് ഗുണം കിട്ടുക ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കും ചെയ്യും. അതേപോലെ തന്നെ കൂടുതൽ നമുക്ക് കായ്ഫലം കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എടുക്കുമ്പോൾ നമുക്കിത് തരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇതിൽ ചണ്ടികൾ വരും. അപ്പോൾ ഇത് വല്ല ഇങ്ങനത്തെ ഒരു തരിപ്പ് വെച്ചിട്ട് നമ്മൾ തരിച്ചിട്ട് വേണം ഒരു ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തരിക്കാതെ തന്നെ നമുക്ക് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പൊ ഞാൻ 1 ഗ്ലാസ് വളം തരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ 1 ലിറ്ററിന്റെ സ്പെയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ കൃഷി ഉള്ളവർക്കൊക്കെ ഇതുപോലെ ചെറിയ പാത്രം തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. വലിയ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇതേപോലെ വളം ഉണ്ടാക്കി വെക്കാം. ഇത് ചെറിയ പാത്രത്തിൽ നമ്മൾ കുറച്ച പഴമൊക്കെയാണ് വീട്ടിൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ പാത്രത്തിൽ എടുത്താൽ മതി. ഇനി വീട്ടിൽ കൂടുതലായിട്ട് പഴം ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ വളം ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഇതിങ്ങനെ നമുക്ക് പച്ചമുളക് തൈന്റെ മേലെ അതേപോലെ തന്നെ തക്കാളി ചെടീന്റെ മേലെ ഏത് തരം പച്ചക്കറി കൃഷിയാണെങ്കിലും അതിന്റെ മേലെ ഇലകളിലൊക്കെ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് ചെടികൾക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ ഇത് ആഴ്ചയിൽ 1 തവണ ഒഴിച്ചു കൊടുക്കുക. ഇനി കൂടുതലായിട്ട് നമ്മൾ വളം ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. യാതൊരുവിധ ദോഷവും ഇല്ല ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തത് മൂലം എനിക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വളം ഞാൻ കൊടുത്തു തുടങ്ങിയതിന്റെ ശേഷം ഉള്ള മുളകിന്റെ ആദ്യത്തെ വിളവെടുപ്പിന് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ വിളവെടുത്തതാണത്. അപ്പൊ നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ തരം മുളകുകളും ഉണ്ട്. കാന്താരി മുളകുണ്ട്, ഉണ്ടമുളകുണ്ട്, സാമുളക്, എല്ലാ മുളകിലും നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ പച്ചക്കൃഷി ചെയ്യുന്ന വീട്ടമ്മമാര് തീർച്ചയായിട്ടും ഈ ഒരു വളം ഉപയോഗിച്ച് നോക്കുക. കാരണം ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളമാണിത്. കൂടുതലായിട്ട് പൈസ ചിലവൊന്നുമില്ല. കാരണം എല്ലാവരും വീട്ടിലും പഴം വാങ്ങും, പഴത്തൊലിയൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു വളം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്